ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മീൻ ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 600 ഗ്രാം ചൂരമീനാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും വലിയ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ചൂര, മോത, അങ്ങനെ നെയ്മീൻ, അങ്ങനെയൊക്കെയുള്ള വലിയ മീനുകൾ വേണം എടുക്കാൻ. അപ്പം ഇത് നമ്മൾ ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ പിരിയമുളക് പൊടിച്ചതാട്ടോ ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പിന്നീട് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിൻ്റെ നോക്കി വേണം ചേർത്ത് കൊടുക്കാനും. ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ എപ്പോഴും ഉപ്പും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആദ്യമേ ആ മസാല നമ്മൾ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഞാനിപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 മണിക്കൂർ വെക്കുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു അരമണിക്കൂറായാലും മതി കേട്ടോ. അപ്പോൾ അത്രയും പോലും സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താലും മതിയേ. വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് നമ്മൾ എല്ലാം ഒറ്റ തവണയായിട്ട് തന്നെ ഞാനങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതങ്ങ് ചുരുങ്ങി ഒന്നുകൂടെ ചെറുതാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തത്. ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി. ആ എണ്ണ നമുക്ക് ആവശ്യം വരും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഒരു 2.5-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് 1-2 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തുള്ള എണ്ണയുണ്ടല്ലോ, ഞാനൊരു വേറെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അതിലുള്ള എണ്ണ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യമേ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി ഇനി ഉണ്ടല്ലോ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചെയ്താലായിരിക്കും ഇത്ര നല്ലൊരു ടേസ്റ്റിന് ഇത് കിട്ടുകയും ചെയ്യുന്നത് കേട്ടോ. നമ്മളല്ലാത്ത എണ്ണയിലൊക്കെ ചെയ്താൽ, കാരണം നാടൻ റെസിപ്പിയാണല്ലോ. അപ്പോൾ നാടൻ റെസിപ്പികൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ കുരുമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ചെറിയുള്ളി ചേർത്ത് കൊടുക്കും. ഇതെല്ലാം ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി ആണെങ്കിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു ചതച്ചത്. പിന്നെ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ, ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളി ഒരു 50-60 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 200-250 ഗ്രാം വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറുള്ളി കൂടുതൽ എടുക്കുവാണെങ്കിൽ ഈ സവാള എടുക്കുകയും വേണ്ട കേട്ടോ. അല്ല, ഇപ്പോൾ ചെറുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം. പക്ഷേ ചെറുള്ളിയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കണം, നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ചേർക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 2.5 ടീസ്പൂണും നമ്മുടെ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലെല്ലാം മാറ്റം വരുത്താം. മുളക് പൊടി നമ്മൾ ആദ്യമേ ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. കുറച്ച് സമയം, ഇപ്പോൾ എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, പിന്നീട് ഞാൻ ചേർക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂണും കൂടെ. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, കാരണം പിന്നെ നമ്മളത് ഒത്തിരി എണ്ണ ആയാലും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം എണ്ണ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളതേ ഉള്ളൂ. ഇതാ എല്ലാ മസാലയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. പിന്നെ അടിയിൽ വല്ലതും പിടിക്കുന്നത്, ഇപ്പോൾ ചീനച്ചട്ടിയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും എണ്ണ പോലും നമുക്ക് ആവശ്യം വരത്തുമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കണം. അല്പം കുറവാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ചീനച്ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ അതിനകത്ത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സമയത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മസാലകൾ ഇപ്പോൾ എന്തെങ്കിലും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മതിയേ. പിന്നെ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഉപ്പ് ഒരല്പം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണ് നാരങ്ങ നീര് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിൻ്റെ ഒന്നും അളവ് നമ്മൾ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓരോരുത്തർക്കും ചിലർക്ക് കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് കൂടുതലൊക്കെ ആയിരിക്കും വേണ്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തു. ഞാൻ എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട്. പിന്നെ നമുക്ക് എല്ലാം കൂടെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പും എല്ലാം വേണമെന്ന്. അപ്പോൾ ഒന്ന് ഈ അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, കാരണം അടിയിലൊന്നും പിടിക്കാതെ നമ്മളൊന്ന് നോക്കിക്കണം. അപ്പോൾ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം, അല്ല കറിവേപ്പില മാത്രം മതിയെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് മല്ലിയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഏകദേശം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിയും മസാല ടേസ്റ്റൊക്കെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു നമ്മുടെ മീൻ ഉലർത്തിയതാണ്. അപ്പോൾ ഈസ്റ്ററിനൊക്കെ എല്ലാവരും ഈ മീൻ ഉലർത്തിയത് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.